ഏറ്റുമുട്ടൽ വേണ്ട ഒന്ന് മയപ്പെട്ടേക്കാം. PM-ശ്രീ ഏറ്റുമുട്ടൽ വേണ്ട, കോടതിയിലേക്ക് പോകേണ്ട ഒന്ന് മയപ്പെട്ടേക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മയപ്പെടുമെന്നാണ് ജിൻഡോ കാര്യം. ഏറ്റവും കൂടുതൽ ഒരു വാർത്ത എന്താണെന്നറിയോ? അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ യോഗം വിളിച്ചു. ആരുടെ യോഗം? വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ യോഗം. മുഖ്യമന്ത്രിയുടെ പണിയാ, എക്സിക്യൂട്ടീവിന്റെ പണിയാ. സൂപ്പർ CM ചമഞ്ഞ് ഗവർണർ വിളിച്ച യോഗത്തിൽ സർക്കാർ അതിർത്തി അയക്കേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, സമരമില്ലാതെ സമരസപ്പെട്ട് ഫണ്ട് വാങ്ങി പോകാം എന്നാണെങ്കിൽ അത് വ്യാമോഹമാണ് ജിൻഡോ. ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് രാഷ്ട്രീയമാണെങ്കിൽ. നമുക്ക് എല്ലാവരും വിളിച്ചിട്ടൊന്ന് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് നോക്കാനല്ലോ കൊച്ചുകൃഷ്ണൻ. ഹാഷ്മി, ഇന്നിപ്പോൾ ഗവർണർ വിളിച്ച വകുപ്പ് തലവന്മാരുടെ യോഗം വിളിച്ചതിൽ സർക്കാർ അതൃപ്തി അറിയിക്കുകയല്ലേ ചെയ്തത്. അല്ലാതെ ഒരു ആനശില്പം അങ്ങോട്ട് കൊടുത്തോ പൊന്നാട അങ്ങോട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയല്ലല്ലോ ചെയ്തത്. അപ്പോൾ അതൊരു വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് അതൃപ്തി അറിയിക്കേണ്ട സമയത്ത് അതൃപ്തി അറിയിക്കും. ഇനി VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് VC-മാർ RSSന്റെ മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ ചെന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ സ്റ്റാൻഡ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ ഈ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അനിൽകുമാർ പറയുന്ന കേട്ടാൽ തോന്നും ഇതിപ്പോൾ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ സിനിമാ താരം രമേശ് പിഷാരടിയൊക്കെയാണ്. അദ്ദേഹം ആരെ വേണമെങ്കിലും ആക്ഷേപിച്ചോട്ടെ. രമേശ് പിഷാരടി കേരളത്തിൻ്റെ MLA ആയി, മനസ്സിലായില്ലേ? രമേശ് പിഷാരടിയെ കൊണ്ടുപോയി ഒരു അഭിപ്രായം പറഞ്ഞു ഇന്ദിരാ ഗ്യാരണ്ടിയെ കുറിച്ചിട്ട് വിശ്വസിപ്പിക്കാനെന്ന്. നിങ്ങൾ ആ KPSC ലളിതയും ഇന്നസെന്റിനെ ഇറക്കി പരസ്യം ചെയ്തില്ലേ? വിമുക്തമായിട്ടുള്ള കേരളത്തെ സ്വപ്നം കാണാൻ വേണ്ടി ഘട്ടം ഘട്ടമായി മദ്യ വർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞിട്ട് UDF സർക്കാർ പൂട്ടിയതൊക്കെ നിങ്ങൾ കൂട്ടി കൊടുത്തില്ലേ? മദ്യശാലകളുടെ എണ്ണം കൂട്ടിയില്ലേ? അപ്പൊ അങ്ങനെയല്ല നിങ്ങൾ പിന്നെ ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി നടത്തിയപ്പോൾ മുഴുവൻ ബസ്സിലും കൊടുത്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം. കുറച്ച് ബസ്സിലെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. 10,000 ജില്ലാ KSRTCയിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടുന്നുണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ 2,500 ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞാൽ 5 കൊല്ലം ആകാനായിട്ട് 4 മാസം ബാക്കി നിൽക്കുമ്പോഴല്ലേ നിങ്ങൾ എന്ത് ചെയ്തത്? 400 രൂപ കൂട്ടിയത്, 2000 ആക്കിയത്. നിങ്ങൾ അധികാരം ഒഴിയുമ്പോൾ പോലും നിങ്ങൾക്ക് 2,500 കൊടുക്കാൻ പറ്റിയോ? പറ്റിയില്ല. നിങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കാതെ പോകുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ 30 ദിവസത്തിനിടയിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. ബാക്കി നാളെ ബഡ്ജറ്റ് വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അകത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ വഞ്ചന നടത്തിയപ്പോൾ ഞങ്ങൾ ആളുകളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ നോക്കുന്നു. ഇനി താങ്കൾ പറയുന്നത് ശ്വാസം മുട്ടിച്ചു, കേന്ദ്ര സർക്കാർ ഫണ്ട് തരാതെ ശ്വാസം മുട്ടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ PM-ശ്രീയിൽ ഒപ്പിടാൻ പോയതെന്ന്. അപ്പൊ ശ്വാസം മുട്ടിയാൽ അപ്പോൾ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നിങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കൂ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും വീട്ടിലെ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും കൂടിയിട്ട് വിദേശ യാത്രയ്ക്ക് പോയി, വിനോദയാത്ര നടത്താൻ പോയി. എന്തിനാ? വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ. ഇന്ത്യയിൽ സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. വേറെ എങ്ങും ഇടതുണ്ടാക്കണമെന്ന് തോന്നിയില്ലല്ലോ. അപ്പൊ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം എന്നൊക്കെ ഒരു സൈഡിൽ കൂടെ പറയും, ഒരു സൈഡിൽ കൂടെ വേറെ അഭിപ്രായം പറയും. ഇനി VC PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കെ നിങ്ങൾക്ക് KL പാർട്ടി ആക്ഷേപിക്കാൻ ഒരു അവകാശമില്ല. KL മുൻ നിലപാടുകളെ ആക്ഷേപിക്കാൻ ഒരു അവകാശമില്ല. കാര്യം നിങ്ങൾ ഇന്നാണ്. അവർ 1-ാം പ്രതിയാണെങ്കിൽ നിങ്ങൾ 2-ാം പ്രതിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ 1-ാം പ്രതി നിർത്തി അവമാനിക്കുവാണെന്ന് അവർ 2-ാം പ്രതിയാണ്. നിങ്ങൾ പ്രതിപ്പട്ടികയിലുള്ളവരാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാവോ അക്കാര്യത്തിൽ? ഹാഷ്മി, ഒറ്റ കാര്യം ഹാഷ്മി, ഞങ്ങളല്ല ഇന്ന്, കേരളത്തിലെ മുഴുവൻ ആളുകളും ഇന്നാക്കിയത് പിണറായി വിജയന്റെ സർക്കാർ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പോയി ഒപ്പിട്ട് കൊടുത്ത് ഇന്നാക്കിയതാണ്. ഞങ്ങളത് തുടരുമെന്നല്ല പറഞ്ഞത്, തുടരേണ്ട സാഹചര്യമുണ്ട്. ഞങ്ങൾ തുടരില്ല എന്ന് പറയുന്നതല്ലേ ജിൻഡോ രാഷ്ട്രീയം? അങ്ങനെ പറഞ്ഞത് ജിൻഡോ, നമ്മൾ ഈ PM-ശ്രീ വിഷയത്തിൽ ഒരു ഡസൻ തവണ നമ്മൾ ഇരുന്നിട്ടില്ലേ ചർച്ചയിൽ? ജിൻഡോ പറഞ്ഞ നിലപാട് എന്തായിരുന്നു? കഠിനമായ രാഷ്ട്രീയമല്ലേ പറഞ്ഞത്? ഹാഷ്മി, ഞാൻ പറയട്ടെ, ചവറ്റുകൊട്ടയിൽ എറിയണമെന്നല്ലേ പറഞ്ഞത്? അറബിക്കടലിൽ എറിയുമെന്നല്ലേ പറഞ്ഞത്? ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. നിലപാട് പ്രതിപക്ഷത്തു നിന്ന് ഒറ്റ മാസത്തിനിപ്പുറം അധികാരത്തിലേക്ക് എത്തിയപ്പോഴേക്കും നിലപാട് എവിടെ പോയി? അറബിക്കടൽ എവിടെ പോയി? അറബിക്കടൽ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞോ? ഹാഷ്മിക്ക് ഇപ്പോഴും മനസ്സിലാകും. ഹാഷ്മി, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും. PM-ശ്രീ കേരളത്തിൽ അതിന്റെ മറവിൽ ഉന്നത വിദ്യാഭ്യാസ കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്ക് PM-ശ്രീയുടെ മറവിൽ കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ നയങ്ങൾ ഒളിച്ചു കടത്തുന്നതിന് എതിര് തന്നെയാണ്. ആ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും. ഇത് വീണ തൈക്കട്ടിലും കരിമണൽ കർത്തയും നടത്തിയ കമ്പനിയിലെ കരാറ് പോലെയല്ല. സൗകര്യം പോലെയൊക്കെ വെച്ച് മാറുക, സൗകര്യം പോലെ കരാർ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്.
MOU അല്ലേ ഒപ്പിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ ഇപ്പൊ അനിൽകുമാർ പറഞ്ഞൊരു ആക്ഷേപമുണ്ട്, VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരക്ഷരം വേണ്ടിയില്ലെന്ന്. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനാണ് പറഞ്ഞത് VC-മാർ മാപ്പ് പറയണമെന്ന്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന അഭിപ്രായം നിങ്ങൾ കേട്ടില്ലേ? ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2025 ജൂലൈ മാസം 27-ാം തീയതി അന്നത്തെ 4 VC-മാർ പങ്കെടുത്തു. പിണറായി വിജയന്റെ ഇഷ്ടക്കാരും വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള VC-മാർ അന്ന് RSS പരിപാടി പങ്കെടുത്തപ്പോൾ പിണറായി വിജയൻ അന്ന് മിണ്ടിയോ? നാളെ ഇതുവരെ അതിനെക്കുറിച്ചിട്ട് മിണ്ടിയോ? ആദ്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അന്ന് പറഞ്ഞ എന്താണെന്നറിയോ? അത് വ്യക്തിപരമായ താല്പര്യം ഒന്നാ. അതിൽ ചാനലുകളിൽ വാർത്ത വന്ന് നമ്മളൊക്കെ പ്രതിഷേധിച്ചപ്പോൾ പറഞ്ഞു അത് ശരിയായില്ലെന്ന് പറഞ്ഞു. പിണറായി വിജയൻ അന്നും ഇന്നും ആ കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ പിണറായി വിജയൻ മിണ്ടാതിരുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ ആളാണ് VD സതീശൻ. ഇനി ഞാൻ PM ശ്രീയെ കുറിച്ച് മാത്രം പറയാം. ഹാഷ്മി 2025 ഒക്ടോബർ മാസം 25-ാം തീയതി ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ 24 ചാനലിലൂടെ ഒന്ന് കാണിക്കും. അതിൽ ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? PM ശ്രീയിൽ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടെന്ന്. കുട്ടികളുടെ ഭാവിക്ക്. AR റഹീം രാജ്യസഭ MP പറഞ്ഞത് എന്താ? തന്ത്രപരമായ നിലപാടായിരുന്നു. പണ്ട് PM ഉഷയിൽ ഒപ്പിട്ടപ്പോഴും ക്യാബിനറ്റിനെ അറിയിക്കാതെ ഞങ്ങൾ ഒപ്പിട്ട് കാശ് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. TP രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞത് LDF ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യാൻ പോകുന്നു, വ്യവസ്ഥകൾ എന്താണെന്ന് അറിയില്ല, ഉദ്യോഗസ്ഥരാണ് ഒപ്പിട്ടതെന്ന്. ഈ നിയമവകുപ്പിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇത് ഒപ്പിട്ടത്. അപ്പോൾ ഒരു അഡീഷണൽ സെക്രട്ടറി ഒപ്പിട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന് പറയാം. അന്ന് ഒരു അഡീഷണൽ സെക്രട്ടറി ഒപ്പിട്ടതിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ അതിൽ ഇന്നായിരിക്കുന്നത്. അത് ഇനി എങ്ങനെ തുടരണ്ട, അല്ലെങ്കിൽ അത് പുറത്തു കിടക്കണോ വേണ്ടേ എന്ന് പരിശോധിക്കാനാണ് പുതിയ മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനിൽകുമാറെ, ഈ 2025 ഒക്ടോബർ മാസം 16-ാം തീയതി MOU തയ്യാറാക്കി, അതിൽ സാക്ഷികൾ ഒപ്പിട്ടു. 17-ാം തീയതി കേരള സർക്കാരിന്റെ പ്രതിനിധികൾ അതിൽ ഒപ്പിട്ടു അല്ലേ? 22-ാം തീയതി, അതും കഴിഞ്ഞ് 5 ദിവസങ്ങൾക്ക് ശേഷം നടന്ന ക്യാബിനറ്റിൽ നിങ്ങൾ അത് മറച്ചു വെച്ചില്ലേ? 26-ാം തീയതി ചിന്താവാരിയിൽ വന്ന V ശിവൻകുട്ടിയുടെ ഇന്റർവ്യൂ ഉണ്ട്, PM ശ്രീ വിരുദ്ധ പ്രഭാഷണത്തെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂ. അതിലും നിങ്ങൾ എന്താ പറഞ്ഞത്? കേരളത്തിലെ സഖാക്കളോട്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയോട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കള്ളം പറഞ്ഞുകൊണ്ട് അതിന് 2 ആഴ്ച മുമ്പ് ഒപ്പിട്ടുകൊണ്ട് വന്നിരുന്നത്, കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത് നിങ്ങളല്ലേ? അല്ലേ? നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ